നമസ്കാരം. 5ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ നോക്കുന്നത് ഓൾ യു ഹു സ്ലീപ്പ് ടു നൈറ്റ് എന്നുള്ള കുഞ്ഞൊരു പോയം, അതിലെ ക്വസ്റ്റ്യൻസ്, ആക്ടിവിറ്റീസ് ഒഴിച്ചുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകണ്ട, ആദ്യം നമുക്ക് എന്താ നോക്കേണ്ടത്, ഈ വർക്ക് എഴുതിയതാരാണെന്നൊന്ന് നോക്കണം അല്ലേ. വിക്രം സേത്ത്. ആരാണ്? വിക്രം സേത്ത് വാസ് ബോൺ ഓൺ 20th June 1952 ഇൻ കൽക്കട്ട. അപ്പോൾ ഈ പോയം എഴുതിയ ആൾ ഏത് രാജ്യക്കാരൻ്റെ മക്കളെ? ഇന്ത്യക്കാരൻ. ഏത് സ്ഥലം? കൽക്കട്ട. കൽക്കട്ട ഏതിൻ്റെ തലസ്ഥാനമാണ്? പശ്ചിമ ബംഗാൾ. അപ്പോൾ ഹി ഈസ് എ ഫേമസ് ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്. അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്, പോയറ്റാണ് കേട്ടോ. ഹി ഹാസ് വൺ സെവറൽ അവാർഡ്സ് സച്ച് എസ് പത്മശ്രീ, ദി സാഹിത്യ അക്കാദമി അവാർഡ്, പ്രവാസി ഭാരതീയ സമ്മാൻ എക്സെട്ര. അപ്പോൾ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? പത്മശ്രീ ഉണ്ട്, സാഹിത്യ അക്കാദമി അവാർഡുണ്ട്, പ്രവാസി ഭാരതീയ സമ്മാൻ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിക്ചർ നോക്കി വെച്ചേക്കാം. ഇനി നമുക്ക് പോകാം. റീഡ് ദ പോയം ഗിവൺ ബിലോ. തന്നിരിക്കുന്ന പോയം നോക്കൂ. ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് വി ഫീൽ വെൻ വി ആർ ഫാർ ഫ്രം അവർ ലവ്ഡ് വൺസ്. നമ്മുടെ ലവ്ഡ് വൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ കുറേ പേര് കാണില്ലേ, നമ്മുടെ ഫാമിലിയിലും നമ്മുടെ ഫ്രണ്ട്സിലുമൊക്കെ. അപ്പോൾ അവരെയൊക്കെ പിരിഞ്ഞ് കുറേ ദൂരെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോയം. എന്താ അത്? ഓൾ യു ഹു സ്ലീപ്പ് ടു നൈറ്റ്. ഇന്ന് എന്താണ്, ഈ രാത്രിയിൽ ഇങ്ങനെ എങ്ങനെ ഉറങ്ങുന്നവരാണിത്? നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിലെ, ഫാമിലിയെയും ബിലവഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വിട്ട് ദൂരെ നിൽക്കുന്ന. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു പോയം. വായിക്കട്ടെ. ഓൾ യു ഹു സ്ലീപ്പ് ടു നൈറ്റ് ഫോർ ഫ്രം ദ വൺസ് യു ലവ്, നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ് ആൻഡ് എംപ്റ്റിനെസ് അബവ്, നോ that you are not alone, the whole world shares your tears, some for 2 nights of one and some for all their years. എന്താണ്? ഒന്നും കൂടെ നോക്കാം. ആദ്യത്തെ ഭാഗം അല്ലേ. All you who sleep tonight far from the ones you love. എന്താണ് ഇവിടെ? വൺസ് എന്താണ്? ആളുകൾ എന്നുള്ളത് അവിടെ ആ അർത്ഥത്തിലാണ് എടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ ലവ്ഡ് വൺസ്, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ, അതാണേ. അപ്പോൾ ഇന്ന് ഉറങ്ങാൻ കിടക്കുന്ന ചില ആൾക്കാർ എങ്ങനെയുള്ളവരാണ്? ഫാർ ഫ്രം ദ വൺസ് യു ലവ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്നും ഒരുപാട് ദൂരെയായി ഉറങ്ങാൻ കിടക്കുന്ന ആൾക്കാർ, അവരെയാണ് ഇവിടെ വിളിക്കുന്നത് അല്ലേ. നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലേ. ഇപ്പോൾ ഫാമിലിയിലാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഫാമിലിയിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിൽ, നിങ്ങളുടെ ഇപ്പുറത്തുമൊക്കെ ഒന്നുകിൽ സഹോദരങ്ങൾ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ ഉമ്മ ഒക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനുണ്ടാകും അല്ലേ. ഇവിടെ നമ്മുടെ ഇടതുവശത്ത് നമ്മൾ ഒറ്റയ്ക്ക് ദൂരെ എവിടെയോ പോയി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബെഡ് ഷെയർ ചെയ്യാൻ ആളുണ്ടാവില്ല. ഇടതുവശത്തോ വലതുവശത്തോ ഒന്നും ഒരു കൈകളൊന്നും നിങ്ങളെ എന്ത് ചെയ്യാനില്ല, നിങ്ങളെ ഒന്ന് പിടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്നോ ഒന്നും ഇല്ല. ആൻഡ് എംപ്റ്റിനെസ് അബവ്. അപ്പോൾ മുകളിലും എന്തുമാത്രമാണ്? എംപ്റ്റിനെസ്, ശൂന്യത മാത്രമാണ്. നോ ദാറ്റ് യു ആർ നോട്ട് അലോൺ, ദ ഹോൾ വേൾഡ് ഷെയർസ് യുവർ ടീയേഴ്സ്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം മക്കളെ എന്താണ്? നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ എവിടെയോ ഒരിടത്ത് ഉണ്ടെങ്കിലും നിങ്ങളെ ഷെയർ ചെയ്യാൻ, നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ ദുഃഖം, സോറോ, അതൊക്കെ ഷെയർ ചെയ്യാൻ ആരുണ്ട്? ഈ ലോകം മുഴുവനുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. സം ഫോർ 2 nights or 1 and some for all their years. ചിലപ്പോൾ 1-2 ദിവസത്തേക്ക്, ചിലപ്പോഴോ വർഷം മുഴുവൻ ആയിരിക്കും. ഇത് നമുക്ക് എന്ത് പറയാം? നമ്മൾ ചിലപ്പോൾ ദൂരെ പോയി താമസിക്കുന്നു, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് 2 ദിവസത്തേക്ക് പോയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിദേശത്തൊക്കെ പോയി കുറേ നാൾ നിൽക്കാൻ പോയതായിരിക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അവിടെയും ഒറ്റയ്ക്കൊന്നുമല്ല. നിങ്ങളുടെ കണ്ണുനീർ കാണാൻ, നിങ്ങളുടെ ദുഃഖം കാണാൻ ആരുണ്ട്? ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പോയം. അപ്പോൾ നോക്കൂ മക്കളെ, ക്വസ്റ്റ്യൻസും കൂടെ നോക്കട്ടെ. ലെറ്റ് us എക്സ്പ്ലോർ ദി പോയം. നോക്കി എത്ര ക്വസ്റ്റ്യൻ? 5 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. ഇൻ ദോസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ ഹൂസ് കമ്പനി ഡു യു വിഷ് ടു സ്ലീപ്പ്. അപ്പോൾ ആരുടെ കൂടെ ഉറങ്ങാനാണ് മക്കളെ നിങ്ങൾക്കിഷ്ടം? ഒരുവിധപ്പെട്ട എല്ലാവർക്കും അമ്മമാരുടെ കൂടെ ആയിരിക്കും അല്ലേ. ഐ വിഷ് ദ കമ്പനി ഓഫ് മൈ മദർ. ഹൗ ഡു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു പീപ്പിൾ ഫീൽ വെൻ ദേ ആർ ഫാർ ഫ്രം ദെയർ ലവ്ഡ് വൺസ്.
നമ്മളുടെ സ്നേഹിക്കുന്ന നമ്മുടെ ലവ്ഡ് വൺസിൽ നിന്നും ദൂരെ ആയിരിക്കുമ്പോൾ ആൾക്കാർക്ക് എന്താ തോന്നുക? എന്താണ്? നമുക്ക് ലോൺലിനെസ്, ഒറ്റപ്പെടൽ തോന്നും. പിന്നെ ചിലർക്ക് ഫിയർ വരും, ചിലർക്ക് സങ്കടം വരും, അല്ലേ? എന്താണ്? ദേ ഫീൽ ലോൺലിനെസ് ആൻഡ് ആർ സാഡ്. അടുത്തത്, വൈ ഡേസ് ദ പോയറ്റ് സേ യു ആർ നോട്ട് അലോൺ? എന്താണ് പോയറ്റ് പറഞ്ഞത്? നിങ്ങൾ ഒറ്റയ്ക്കല്ല. എന്താണ്? ഈ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ബിക്കോസ് ദ ഹോൾ വേൾഡ് ഈസ് ദെയർ ടു ഷെയർ യുവർ ടീയേഴ്സ്. ഇനി സജസ്റ്റ് അനദർ ടൈറ്റിൽ ബേസ്ഡ് ഓൺ ദ തീം ഓഫ് ദ പോയം. ഈ പോയത്തിൻ്റെ തീം വച്ചിട്ട് വേറൊരു ടൈറ്റിൽ പറഞ്ഞേ. എന്താണ്? ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടൽ, ലോൺലിനെസ്, അതൊരു സിമ്പിളായിട്ട് പറയാം. പിന്നെ വി ആർ നോട്ട് അലോൺ, അങ്ങനെ നമുക്ക് പറഞ്ഞൂടെ? പറയാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഇനി പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് യൂസ്ഡ് ഇൻ ദ പോയം. റൈമിംഗ് വേർഡ്സ് 5ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതാണ്, എന്നാലും പറയാം. റൈമിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ മക്കളെ ഓർക്കണം, കവിതയിൽ വരികളുടെ അവസാനത്തെ വാക്കുകൾ, ഒന്നാമത്തേലെ അവസാനത്തെ വാക്ക്, രണ്ടാമത്തേലെ അവസാനത്തെ വാക്ക്, 3, 4 അങ്ങനെ ഓരോ വരിയുടെയും അവസാനത്തെ വാക്കുകളാണ് റൈമിംഗ് വേർഡ്സിന് നോക്കേണ്ടത്. ആദ്യത്തതും നടുക്കലത്തതും ഒന്നും നമ്മൾ നോക്കില്ല. അപ്പോൾ അവസാനത്തെ വാക്ക്, ഒന്നാമത്തെ വരിയിൽ അവസാനത്തെ വാക്കും രണ്ടാമത്തെ വരിയിൽ അവസാനത്തെ വാക്കും പറയുന്നത് ഏകദേശം ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും. ചിലപ്പോൾ ഒന്നാമത്തതും മൂന്നാമത്തതും ഏകദേശം ഒരുപോലെ ആയിരിക്കും. ചിലപ്പോൾ 1ഉം 4ഉമായിരിക്കും ഒരുപോലെ. അങ്ങനെ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതങ്ങനെ കണ്ടുപിടിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട റൈം സ്കീമൊക്കെ ഉണ്ട്. ഇവിടെ അത് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് റൈമിംഗ് വേർഡ്സ് ഒന്നുകൂടെ പറയാം. ഇതിൽ നമുക്ക് നോക്കാം. നോക്കൂ, ലാസ്റ്റ് വേർഡ്സ് ഏതൊക്കെയാണ്? ടു നൈറ്റ്, ലവ്, റൈറ്റ്, അബവ്, അലോൺ, ടിയേഴ്സ്, 1 ഇയേഴ്സ്. നോക്കൂ, ടു നൈറ്റ്, നൈറ്റ് ഉണ്ടോ? നൈറ്റ് അതുപോലെയാണോ താഴത്തെ ലവ് പറയുന്നത്? അല്ല, പക്ഷേ റൈറ്റ് കണ്ടോ? നൈറ്റ്, റൈറ്റ്. എന്താണത്? റൈമിംഗ് വേർഡ്സ്. ലവ്, അബവ്, ഔ, ഔ, ലവ്, അബവ് ഒരുപോലെയല്ലേ പറയുന്നത്? അപ്പോൾ അത് നമുക്ക് എഴുതാം. ലോൺ, 1, ണ്, ണ് അല്ലേ? ലോൺ, 1, ണ്, ണ് അങ്ങനെയല്ലേ നിർത്തിയേക്കുന്നത്? അങ്ങനെ അത് എഴുതാം. ടിയേഴ്സ്, ഇയേഴ്സ്, ടിയേഴ്സ്, ഇയേഴ്സ് അതും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ നമുക്കിതൊക്കെ എന്തായിട്ട് എഴുതാം? റൈമിംഗ് വേർഡ്സ് ആയിട്ട് എഴുതാം. ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇത് തന്നെ എടുക്കുമ്പോൾ ഉച്ചാരണം ചിലതൊന്നും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ആ വാക്ക് നിർത്തുന്ന രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. ആ വാക്ക് ഫുൾ ഒരുപോലെ വരില്ല, നിർത്തുന്നത് കണ്ട. ഇപ്പം നോക്ക്, അബവ്, ലവ്, അബവ്, ലവ്, വ് അല്ലെങ്കിൽ എന്ന് പറയുന്നില്ലേ? അത്. ഇപ്പം നൈറ്റ്, റൈറ്റ്, ട് അങ്ങനെ നിർത്തിയില്ലേ? അത്. ലോൺ, 1, ണ്, ണ്, ടിയേഴ്സ്, ഇയേഴ്സ് അത് ഏകദേശം ഒരുപോലെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ എന്ത്? റൈമിംഗ് വേർഡ്സ്. ഇത്രയേ ഉള്ളൂ ഇത്. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റി നോക്കാം മക്കളെ. ആകെപ്പാടെ എത്ര ആക്ടിവിറ്റി ഉണ്ട്? 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇതുകൂടെ നോക്കി ഇതങ്ങ് തീരും. ആക്ടിവിറ്റി 1, നോ ദാറ്റ് യു ആർ നോട്ട് അലോൺ. വാട്ട് ഡസ് ദിസ് ലൈൻ മീൻ? റൈറ്റ് ഡൗൺ യുവർ കമൻറ്റ്സ്. നോക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ അറിയണം അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? നോക്കൂ, ഇൻ അവർ ലൈഫ് there are many people to protect us അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? നമ്മളെ കെയർ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. they love and care. അവർ നമ്മളെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു, അതുപോലെ കെയർ ചെയ്യുന്നു. കെയർ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളെ അങ്ങ് സംരക്ഷിക്കും. they are ready to share our sorrows. നമ്മുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാൻ അവർ റെഡിയാണ്. സോ നോ വൺ ഈസ് അലോൺ ഇൻ ദ വേൾഡ്. അതുകൊണ്ട് ആരും ഒറ്റയ്ക്കല്ല. ഓക്കെ. ആക്ടിവിറ്റി 2 നോക്കൂ. ദ ഹോൾ വേൾഡ് ഷെയർസ് അവർ ടിയേഴ്സ്. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഷെയർ യുവർ ടിയേഴ്സ് മീൻ? ഉണ്ട്, അവിടെ പറയുന്നില്ലേ നമ്മുടെ കണ്ണുനീര് ഷെയർ ചെയ്യുന്നു എന്ന് പറയുന്നില്ലേ? എന്താ എൻ്റെ അർത്ഥം? ശരിക്കും കണ്ണുനീര് അങ്ങോട്ട് അവരും കൂടെ കുറച്ചെടുത്ത് ഇങ്ങനെ വയ്ക്കും എന്നാ? അല്ല, പിന്നെന്ത് വേണ്ട? കണ്ണുനീര് ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മുടെ ദുഃഖം കരയുന്നത് എപ്പോഴാണ്? നമുക്ക് സങ്കടം വരുമ്പോഴല്ലേ? സന്തോഷം വരുമ്പോഴും ചിലർ കരയും അല്ലേ? അപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കൂടെ നിന്ന് പങ്കുവയ്ക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ കരഞ്ഞ, നിങ്ങൾ അമ്മ ഒരടി തന്നാൽ പോലും നിങ്ങൾ കരഞ്ഞ അമ്മയ്ക്ക് സഹിക്കുമോ? അമ്മ പിന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കില്ലേ? ഇല്ലേ? നിങ്ങളൊന്ന് വീണ് കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? അമ്മയും കൂടെ കരയില്ലേ? അതൊക്കെ എന്താണ്?
നിങ്ങളുടെ ഒരു വിഷമം അല്ലെങ്കിൽ നിങ്ങളൊരു സങ്കടം പറഞ്ഞ് കരഞ്ഞാൽ നിങ്ങളുടെ അമ്മയ്ക്കോ ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ ഒക്കെ സങ്കടമാവില്ലേ? അവരൊക്കെ എന്ത് ചെയ്യുക? അതൊക്കെ നിങ്ങളുടെ സങ്കടങ്ങൾ അവരെന്ത് ചെയ്യുന്നു? അവരും കൂടെ ഷെയർ ചെയ്ത് അങ്ങ് എടുക്കുക. എന്നിട്ട് നമ്മളെ അവർ സമാധാനിപ്പിക്കുക അല്ലേ? ഇനി ഡു യു ഫൈൻഡ് കംഫർട്ട് വെൻ യു ഷെയർ യുവർ ടിയേഴ്സ് വിത്ത് അതേഴ്സ്? നിങ്ങൾ മറ്റു ചിലരുടെ ഒരു പ്രശ്നം ഭയങ്കര സങ്കടം, ഉള്ളിലിങ്ങനെ പൂട്ടിങ്ങനെ ഇരിക്കും സങ്കടം, വേറൊരാൾക്ക് പറയുമ്പോൾ അതങ്ങ് എന്ത് ചെയ്യും? വിഷമം പകുതി അങ്ങ് കുറയും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണോ? വേറൊരാളോട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്ന ഒരു കംഫർട്ട് ആവുന്നുണ്ടോ? നിങ്ങൾ ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ദ ക്ലാസ്. അത് നിങ്ങളെ ക്ലാസ്സിലൊന്ന് ഷെയർ ചെയ്തേ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കെന്ത് പറയാം മക്കളെ? ഉണ്ടെന്നല്ലേ പറയേണ്ടത്? കുഞ്ഞു പിള്ളേരെ അങ്ങനെ പറയണം. നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ഒരു വിഷമവും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കുഞ്ഞു പിള്ളേർ ഇപ്പോഴേ പറയുകയാണ്, എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തട്ടിയ സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിലറിയിക്കുക. ഫ്രണ്ട്സിൻ്റെ കാര്യം ഇപ്പോൾ ഭയങ്കരമായൊരു വിഷമമാണ്, വേറുള്ളവർക്ക് പറയാൻ പറ്റില്ല എന്നുള്ള വിഷമമാണെങ്കിൽ പോലും അമ്മയോട് പറയണം കേട്ടോ. അമ്മമാരോട് പറഞ്ഞേക്കണം. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും എല്ലാ സന്തോഷങ്ങളും അമ്മയായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങളെക്കാളും ഇളയ കുഞ്ഞുങ്ങളാണെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ പ്രായത്തിന് അതേപോലെ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരോട് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മുടെ അമ്മമാരോട് പറയണം കേട്ടോ. കൂട്ടുകാരോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ അമ്മമാരോടാണ് പറയേണ്ടത്. കാര്യം എന്താണ്? അമ്മമാർക്കാണ് അതിൻ്റെ ഒരു ആഴം മനസ്സിലാവൂ, അതിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ മനസ്സിലാവൂ. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ അതേ പക്വതയല്ലേ ഉള്ളൂ, നിങ്ങളെപ്പോലെയുള്ള ചിന്തിക്കാനുള്ള കഴിവല്ലേ അവർക്കുള്ളൂ. അപ്പോൾ അവരെന്താ പറഞ്ഞു തരിക? നിങ്ങൾ ചിന്തിക്കുന്ന പോലെ വല്ല മണ്ടത്തരങ്ങളും ആണെങ്കിലോ? അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി പക്വതയായിട്ട് പറയും. അപ്പോൾ എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, അടി കിട്ടുന്ന പരിപാടി ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും വീട്ടിലറിയിക്കാതെ ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നോക്കൂ, യെസ് ഐ ആം കംഫർട്ടബിൾ വെൻ ഐ ഷെയർ മൈ ടിയേഴ്സ് വിത്ത് മൈ ഫാമിലി. എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറയുമ്പോൾ എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. എത്ര കുർത്തക്കേട് കാണിച്ചാലും അമ്മയോട് പറയും. എന്നിട്ട് നല്ല 2 അടി മേടിച്ചാൽ സമാധാനമാകത്തുള്ളൂ. ചിലപ്പോൾ അടി കിട്ടേണ്ടാത്ത കാര്യമായിരിക്കും. അടി കിട്ടേണ്ട കാര്യമാണെങ്കിലും അമ്മയോട് പറഞ്ഞാൽ അടി മേടിച്ചതെന്ന് അമ്മരെ ഒരു സമാധാനമില്ല കേട്ടോ. അപ്പോൾ ആ അടിയൊന്നും സാരമില്ല. അമ്മമാരടിക്കും, ഉമ്മ വയ്ക്കും, വാരിത്തരും, കെട്ടിപ്പിടിക്കും, അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി അപ്പം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞേ. നിങ്ങളിങ്ങനെ എന്താണ് കാര്യങ്ങൾ വീട്ടുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയട്ടെ. വെൻ ഐ ഫീൽ ഫിയർ ഓർ ഐ ആം സാഡ് ഐ ഹഗ് മൈ മദർ. എനിക്ക് വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് പേടിയാവുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അമ്മയെ അങ്ങ് കെട്ടിപ്പിടിക്കും. ദാറ്റ് മേക്സ് മീ കാം. എന്നെ സമാധാനിപ്പിക്കാൻ അത് മതി. ഷീ വോണ്ട് അലോ മീ ടു ക്രൈ. അമ്മ ഞാൻ കരയാൻ സമ്മതിക്കില്ല. ഐ എം കംഫർട്ടബിൾ വെൻ ഐ ആം വിത്ത് മൈ ഫാമിലി. ഞാൻ എൻ്റെ വീട്ടുകാരോട് ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. ആക്ടിവിറ്റി 3 നോക്കൂ. കളക്ട് പോയംസ് റിലേറ്റഡ് ടു ദ തീം ഷെയറിങ്. ഇവിടെ നമ്മൾ ഷെയറിങ്ങിനെ പറ്റി പറഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 പോയംസ് സെലക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും 1-2 തരാം കേട്ടോ. യു മേ പ്രസൻറ്റ് വൺ ഓഫ് ദ പോയംസ് ഇൻ യുവർ ക്ലാസ്. ഇതിലേതെങ്കിലും വരണം, നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ അവതരിപ്പിക്കുക. റൈറ്റ് ദ ടൈറ്റിൽസ് ഓഫ് ദ പോയംസ് പ്രസൻറ്റഡ് ബൈ യുവർ ഫ്രണ്ട്സ്. ഇനി നിങ്ങളുടെ കൂട്ടുകാരും എന്ത് ചെയ്യും? ഇതുപോലെ പോയമൊക്കെ അവതരിപ്പിക്കില്ലേ? അപ്പോൾ അതിൻ്റെ പേരെന്താണെന്നും കൂടി നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കുക. ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. എളുപ്പമായിരുന്നു അതല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടുകാരോട്ട് ഷെയർ ചെയ്തിട്ട് വീട്ടുകാർ പറഞ്ഞത് കേട്ട് നല്ല മക്കളായിട്ട് വളർന്നു വരിക കേട്ടോ. മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.